ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർ ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ജൂലൈ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, കരിയർ വൈസ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഹെൽത്ത് എങ്ങനെയായിരിക്കും, കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ നമുക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് നോക്കാം, പോസിറ്റീവായിട്ടിരിക്കുക. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് എന്താണ്, ജൂലൈ മാസം നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, ഏഞ്ചൽ മെസ്സേജ് എന്തൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് പൈൽ നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. നാളെ ഞാൻ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഇടാം. ജൂലൈ മാസം. സോ ഫസ്റ്റ് പൈൽ ജൂലൈ മാസം ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ ഏഞ്ചൽ മെസ്സേജസ് ആണ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദി ഫസ്റ്റ് കാർഡ് ഞാൻ ടോപ്പിൽ വരുന്നതാണ് എടുക്കുന്നത്. ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിൾ. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് 8 ഓഫ് പെൻറ്റിക്കിൾസ് കിട്ടിയിട്ടുണ്ട്, 7 ഓഫ് പെൻറ്റിക്കിൾ ആൻഡ് ബോട്ടം കിട്ടിയിട്ടുള്ളത് 6 ഓഫ് റോഡ്സ് ആണ്. ഇവിടെ പല ആൾക്കാർക്കും ക്യാഷിനൊരു സാമ്പത്തിക പ്രതിസന്ധി, മേ ബി ജൂൺ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിലൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് ഏതെങ്കിലും വേറൊരു സ്ഥലത്ത് ജോലി കിട്ടാനോ അല്ലെങ്കിൽ ജോലിയിലൊരു മാറ്റം, പുതിയ ജോലിയൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അത് കിട്ടാനുള്ള ഒരു ചാൻസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നല്ലൊരു സമയം തന്നെയായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഉയർച്ച, ഇപ്പോൾ എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക്കായിട്ട് അബൻഡൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനോ, ഇപ്പോൾ വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഒരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് ഈ മാസം എടുത്തു വെക്കാൻ ഒരു മാറ്റം ലൈഫിലുണ്ടാകുന്നുണ്ട്. ഒരു പ്രൊമോഷനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ട്രാവൽ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവർക്കും ഏറ്റവും ബെറ്ററായിട്ട് അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 8 ഓഫ് പെൻറ്റിക്കിൾ, 7 ഓഫ് പെൻറ്റിക്കിൾ, 6 ഓഫ് റോഡ്സ് ഒക്കെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു മാസം നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. അതും 3 കാർഡ്സും പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോകാനിരിക്കുന്നവരാണെങ്കിലും അതും ഓക്കെ ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു ജൂലൈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ പോസിറ്റീവായിട്ട് കാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഹോബീസൊക്കെ ഉള്ളവരാണെങ്കിലും അതിലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. കുറച്ച് സമയം എന്തെങ്കിലും നിങ്ങളുടേതായ കഴിവുകളുണ്ടെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ഫസ്റ്റ് സെക്ഷൻ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി നോക്കാം എന്തൊക്കെയാണ് ജൂലൈ മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും ജൂലൈ മാസത്തിൽ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്, ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. അത്രയും ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ കാര്യത്തിൽ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ അത്യാവശ്യം മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരവസ്ഥ തന്നെ ജൂലൈ മാസത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോകാൻ സാധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹെൽത്തിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ബാക്കി ഒരു സെക്ഷൻ കാർഡ്സും കൂടി എടുക്കാം, എന്തൊക്കെയാണ് ബാക്കി നിങ്ങൾക്ക് ജൂലൈ മാസം വരാൻ പോകുന്നത് എന്നത്. സോ ഫസ്റ്റ് പൈൽ ജൂലൈ മാസം ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. പോസിറ്റീവായിട്ടിരിക്കുക. ഒരു കാർഡ് വന്നിട്ടുണ്ട്. 4 ഓഫ് സൂട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ജമ്പ് ചെയ്ത് വന്നു. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് പൈൽ
ജൂലൈ മന്ത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്? ഓക്കെ ദ ലവേഴ്സ് കാർഡ്. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് 2 ഓഫ് റോഡ്സ് ആണ്. മേ ബി 2024 സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് പല തടസ്സങ്ങളും ലൈഫിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. എന്ത് കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും ഒരു സ്റ്റക്നെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, നിങ്ങൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ അതിലൊരു സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ, എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്സായതുപോലെയുള്ളൊരു ഒരു നെഗറ്റീവ് ഫീൽ, ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും അങ്ങോട്ട് കാര്യമായി ചെയ്യാൻ തോന്നാത്തൊരു സിറ്റുവേഷനും ഒരു മടി, അലസത എന്നൊക്കെ നമ്മൾ പറയാൻ സാധിക്കും. അതിലൊരു മാറ്റം വരുന്നു. കുറച്ചും കൂടി ഒരു ഉന്മേഷത്തിൽ എല്ലാ കാര്യങ്ങളും സ്പീഡപ്പ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം കാണിക്കുന്നുണ്ട്. ഈ മാസം ഹെൽത്തൊക്കെ ഓക്കെ ആയി നിങ്ങൾ ബാക്ക് ടു ഒരു നോർമൽ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ സർജറിയോ കാര്യങ്ങളോ ഒക്കെ അടുത്ത സമയത്ത് കഴിഞ്ഞവർക്കൊക്കെ ഭയങ്കര ബെറ്റർ ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെങ്കിലും ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. 2 ഓഫ് റോഡ്സ് ആൻഡ് 4 ഓഫ് റോഡ്സ് ആയിരുന്നു. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് ഓഫ് കോഴ്സ്. ബട്ട് അതിലൊരു മാറ്റം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു പേഴ്സണിൽ ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ജൂലൈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. യൂണിവേഴ്സിൻ്റെ അത്രയും ബ്ലെസ്സിങ് ഉണ്ട്. ഒരു നിങ്ങളുടെ കണക്ഷൻ ഭയങ്കരമായിട്ടൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് എന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനോ കുറേയും കൂടി ഒരു ഡീപ്പ് ലെവൽ ഓഫ് കണക്ഷനിലേക്ക് നിങ്ങൾ വരും മാസങ്ങളിൽ, അല്ലെങ്കിൽ ജൂലൈ മാസം തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കൂടുതലായിട്ടും കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ദ ലവേഴ്സ് കാർഡ് 6 എന്ന നമ്പറാണ്. 6 എന്നൊരു നമ്പർ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ 666666 പോലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് സൂചിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളോ, നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, റിലേഷൻഷിപ്പ് യൂണിവേഴ്സായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണക്ഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പല റീസൺസും ഉണ്ടായിരിക്കും. സോ അതിനെപ്പറ്റി നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട, ഓവർ തിങ്ക് ചെയ്യേണ്ട, അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. സോ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറേയും കൂടി ശ്രദ്ധിച്ച് ചെയ്യാവുന്നൊരു മെസ്സേജാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഒരു മേ ബി കല്യാണമോ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ കുറേ അധികം ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു ജൂലൈ മാസം. ഓക്കെ, സോ നമ്മൾക്ക് അടുത്തൊരു സെക്ഷൻ കാർഡ്സ് കൂടി എടുക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ ഫസ്റ്റ് പൈൽ, ജൂലൈ മന്ത്. ഓക്കെ, ഒരു കാർഡ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ജഡ്ജ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. നൈറ്റ് ഓഫ് സൂട്ട്സ്, അതേപോലെ തന്നെ ബോട്ടം കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് പെൻഡിക്കിൾ ആണ്. നിങ്ങൾ ഒരു കാര്യത്തിൻ്റെ തീരുമാനം അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് അറ്റ് പ്രസൻറ്റ് ഒരു ജഡ്ജ്മെൻ്റൽ സിറ്റുവേഷനിലാണ്. ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, മുന്നോട്ടേക്ക് എന്ത് ചെയ്യും, അടുത്ത പടി എങ്ങോട്ടേക്ക് വെക്കണം, എന്താണ് ചെയ്യേണ്ടത്, ഒരു കൺഫ്യൂഷൻ ലൈഫിൽ നിലനിൽക്കുന്നുണ്ട്. സോ അത് ഈ മാസം തന്നെ, ഇനി മുന്നോട്ടേക്ക് അധികം ഡിലേ ഇല്ലാതെ ജൂലൈ മാസം, ജൂലൈ മാസം തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇനി വെയിറ്റ് ചെയ്യണോ വേണ്ടേ എന്നൊരു ചോദ്യമായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. അല്ലെങ്കിൽ സാമ്പത്തികപരമായി എന്തെങ്കിലും കാര്യങ്ങളോ, കുടുംബ പ്രശ്നങ്ങളോ, കോടതി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ, കേസോ വഴക്കോ വസ്തുതർക്കങ്ങളോ, അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അത് ജഡ്ജ്മെൻ്റൽ സിറ്റുവേഷനിലാണ്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാതെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യണോ വേണ്ടേ എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം പലർക്കും. അല്ലാതെ ക്യാഷിൽ വേറൊരു ജോലി നോക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കാം. സോ എന്താണോ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ, അത് ജൂലൈ മാസം മാറി കിട്ടുന്നതായിട്ടും നിങ്ങൾക്കൊരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതായിട്ടും അതിൻ്റെ ഒരു
ഒരു അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നൊരു ക്ലൂ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പലർക്കും നിങ്ങൾ പേടിക്കേണ്ട, പോസിറ്റീവായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈസ് ഓഫ് പെൻഡിക്കിളാണ് ബോട്ടം കിട്ടിയിട്ടുള്ളത്. ആ ഒരു ജഡ്ജ്മെൻറ്റൽ സിറ്റുവേഷൻ എന്തായി തീരുമെന്നാണ് ഞാൻ പിന്നെ നോക്കിയത്. അപ്പോൾ ഈസ് ഓഫ് പെൻഡിക്കിൾ വളരെ പോസിറ്റീവാണ്. റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ, ക്യാഷ് വൈസ് നോക്കുകയാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ അടുത്തതായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഒരുപാട് പേടിക്കോ ടെൻഷനാവോ ഒന്നും വേണ്ട. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകും. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, സോ കുറേയും കൂടി സ്മൂത്ത് ആയിരിക്കും. അതിന് ശേഷം നിങ്ങളുടെ ലൈഫ് ആഫ്റ്റർ ഒരു ജൂലൈക്ക് ശേഷം കുറേയും കൂടി ലൈഫ് സ്മൂത്ത് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾക്ക് ബാക്കി ഒരു സെക്ഷൻ കൂടി എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്? യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. സോ പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് നോക്കാം. ഓക്കെ, ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സോഡ്, അതേപോലെ തന്നെ 6 ഓഫ് സോഡ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും നാളും നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തടസ്സമുണ്ടായിരുന്നു. മേ ബി എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. മാക്സിമം നിങ്ങൾ ജൂലൈ മാസം എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും, മുന്നോട്ടേക്ക് എന്ത് കാര്യം ചൂസ് ചെയ്താലും മുന്നോട്ടേക്കൊരു പ്ലാൻ നിങ്ങൾക്കുണ്ടായിരിക്കുമല്ലോ. ലൈഫിൽ ഇന്നത് ചെയ്യണം, ഒരു ഡ്രീം ഉണ്ടായിരിക്കുമല്ലോ. അത് ആരുടെടുത്തും ഷെയർ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും ജൂലൈ മാസം ജോലിയിലൊരു മാറ്റമോ റിലേഷൻഷിപ്പോ അത് നിങ്ങൾ പെട്ടെന്ന് അത് പബ്ലിക് ആക്കാതിരിക്കുക. അത് നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ടാണെങ്കിൽ ഓക്കെ, അല്ലാതെ നിങ്ങളുടെ ഒരു പ്ലാൻസും പ്രത്യേകിച്ചും ജൂലൈ മാസം ആരുടെടുത്തും പറയാതിരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ലാഗ് വരുന്നുണ്ട്. 6 ഓഫ് സോഡ്സ് ആണ്. അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകാൻ ഒരു താമസം വരുന്നതായിട്ടും, ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം തന്നെ മേ ബി ബന്ധുക്കളോ ഫ്രണ്ട്സോ അത്രയ്ക്കൊരു സിൻസിയറായിട്ട് ഉള്ള ആൾക്കാരല്ല നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ആരുടെടുത്തും നിങ്ങൾ മേ ബി ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ സത്യസന്ധത കൊണ്ടായിരിക്കാം. പക്ഷേ ആരുടെടുത്തും ഒന്നും പ്രത്യേകിച്ചും ജൂലൈ മാസം ഷെയർ ചെയ്യാതിരിക്കുക. ഒരു വെയിറ്റിംഗ് എനർജി ആയിരിക്കും അങ്ങനെ ഷെയർ ചെയ്താൽ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ നടക്കാനുള്ളൊരു താമസം, ഒരു ഡിലേ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതർവൈസ് അത് ഓക്കെ ആയിട്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ പോകും. ഓക്കെ, സോ ഇവിടെ ഹെർമിറ്റും കിട്ടിയിട്ടുണ്ട്. ഏസ് ഓഫ് സോഡ്, 6 ഓഫ് സോഡ്സ് എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്രയും നാളും. സോ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും കുറേയും കൂടി സ്മൂത്തായിട്ട് ജൂലൈ മാസം മുതൽ പോകുന്നത് കാണാം. നമ്മൾക്ക് കുറച്ച് കാർഡ്സും കൂടി എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, നമുക്കൊരു 3 കാർഡ്സ് എടുക്കാം. ഓക്കെ, എന്തൊക്കെ മെസ്സേജസ് ആണ്? യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് സറണ്ടർ ടു ചേഞ്ച് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഫസ്റ്റ് പൈൽ. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഡ്രീമിങ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് എമർജൻസ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. സോ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു മാറ്റമാണ് ജൂലൈ മാസം മുതൽ വരാൻ പോകുന്നത്. ഇത്രയും നാളും എന്തൊക്കെ നടന്നോ അതെല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ടു ചേഞ്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു മാറ്റത്തിന് അനുവദിച്ചു കൊടുക്കുക. പല റീഡിങ്സിൻ്റെയും വീഡിയോസിൻ്റെയും താഴെ ഞാൻ കമൻറ്റിൽ, ആരാണെന്ന് എനിക്കറിയില്ല, പേര് ഞാൻ ഓർക്കുന്നില്ല, എല്ലാ വീഡിയോസിൻ്റെയും മിക്ക വീഡിയോസിൻ്റെയും താഴെ ഞാൻ കമൻറ്റിൽ കാണാറുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത്. സോ അത് നമ്മൾക്ക് നഷ്ടപ്പെടാനുള്ളതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ കിട്ടും. എല്ലാവരും ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നില്ല അല്ലേ? സോ ഒരു മാറ്റം നിങ്ങൾ തന്നെ ഇപ്പോഴും ആ ഒരു പാസ്റ്റിൽ, ആ ഒരു പേഴ്സൺ ആരായാലും ഇപ്പോഴും ആ ഒരു പാസ്റ്റിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഒരു മാറ്റം നിങ്ങൾ തന്നെ ലൈഫിൽ കൊണ്ടുവരണം. ഓക്കെ, എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുക, അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് ചെയ്യുക. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ ലൈഫിലൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരിക, ഒരു മാറ്റത്തിന് വിട്ടുകൊടുക്കുക. ജൂലൈ മാസം മുതൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം
ഫുള്ളായിട്ട് ഇത്രയും നാളും കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ കുറച്ച് സന്തോഷം കണ്ടെത്തുക. ഇല്ലാത്തതിനെ പറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ കഴിവുകളോ ഒക്കെ ഉണ്ടായിരിക്കും, അതിൽ യൂണിവേഴ്സിനടുത്ത് താങ്ക്സ് പറയുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. മുന്നോട്ടേക്കും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്തെടുക്കുക. നെഗറ്റീവായിട്ടൊന്നും ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഈ ഒരു ഫസ്റ്റ് ഫൈലിനെ സംബന്ധിച്ചില്ല. അത്രയും പോസിറ്റീവായിട്ട്, അത്രയും ഒരു യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്പിരിച്വാലിറ്റിയിലോട്ട് പോകുന്നവരായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു സ്പിരിച്വലി ഭയങ്കര ഒരു കണക്ഷനുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വരും തോറും നിങ്ങൾക്കൊരു സ്പിരിച്വാലിറ്റിയിലോട്ടൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ എമർജൻസ് ഓഫ് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ഫസ്റ്റ് സെക്ഷനിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഞാൻ ഏഞ്ചൽ നമ്പർ 666 കാര്യം പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയെല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ക്യാഷ് വേസ് കാര്യത്തിനും എല്ലാം ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റിംഗ് ഇൻ ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ്, ഓക്കെ, നിങ്ങൾക്ക് എന്തുണ്ടോ അതിലൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇല്ലാത്തതിനെ പറ്റി ആലോചിച്ച് ടെൻഷനായി സമയം കളഞ്ഞുകൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥയാണ് പലരുടെയും. ഓക്കെ, സറണ്ടർ ടു ചേഞ്ച്. അതേപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതെപ്പോൾ വരും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഇനി എപ്പോൾ മെസ്സേജ് അയക്കും, എപ്പോൾ കോൾ ചെയ്യും, അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ നോക്കുക, DP നോക്കുക. പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴെല്ലാം ഞാൻ കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നോ കോണ്ടാക്ട് റൂളിന് എതിരാണ്, അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇവിടെ അത്രയും വളരെ പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ആകുമെന്നതിൻ്റെ പോസിറ്റീവ് സൈൻസാണ് ഈ ഒരു കാഴ്ചയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു മാറ്റത്തിന് ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും ട്രോമാസൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തന്നെ മാറാൻ ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. ഓക്കെ, ഒരു മാറ്റം വന്ന് തുടങ്ങേണ്ട സമയമാണ്. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു സപ്പോർട്ട്, യൂണിവേഴ്സിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടും. ഇനിയും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ലൈഫിൽ നടക്കും. ഓക്കെ, സോ നിങ്ങൾ ഫ്യൂച്ചറിൽ ഡ്രീം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും. ഓഫ് കോഴ്സ് ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു റീഡിങ് തന്നെയായിരുന്നു. ജൂലൈ മാസത്തിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വരട്ടെ. ലൈഫിൽ കുറേയും കൂടി ഒരു പോസിറ്റിവിറ്റി, പോസിറ്റീവ് എനർജി, ഫാമിലിയിൽ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളും ഒന്നുമില്ലാതെ, സാമ്പത്തികപരമായി പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. ആരുടെടുത്തും നിങ്ങളുടെ പ്ലാൻസ് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊരു ഡിലേ വരുത്തും എന്ന് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നവർ, മേ ബി നിങ്ങൾ നല്ല രീതിയിൽ എത്തുന്നതൊന്നും പലർക്കും ഇഷ്ടമാവണം എന്നില്ല. സോ ആ ഒരു വെയിറ്റിംഗ് എനർജി ഡിലേ ആണ് വരുത്തുന്നത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഇതാണ് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് ഫയൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫയൽ നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ ഉള്ളൊരു റീഡിംഗ് ആയിരുന്നു, പല മാറ്റങ്ങളും ലൈഫിൽ വരുന്നതായിട്ടും. ഓക്കെ, സോ സെക്കൻഡ് ഫയലും അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പോസിറ്റീവായിട്ട് കിട്ടട്ടെ. നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവർക്ക് എന്തൊക്കെ ബ്ലെസ്സിങ് ആണ് ജൂലൈ മാസം വരാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. സോ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റിൽ തന്നെ ദ ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 കാർഡ്സും കൂടി എടുക്കാം. ഓക്കെ, 2 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ദ ഫൂൾ കാർഡാണ്. ഫസ്റ്റ് ഹാങ്ഡ് മാൻ കണ്ടപ്പോൾ എന്ത് പറ്റി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 2 ഓഫ് സോഡ്സും വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കരിയർ വൈസ് എന്തെങ്കിലും കാര്യങ്ങൾ, ഫ്യൂച്ചർ പ്ലാൻസ് എന്ത് ചെയ്യണം, ട്രാവലിനെ പറ്റിയിട്ടോ, ക്യാഷ് വേസ് കാര്യത്തിനോ, ഓക്കെ, ജോബ് റിലേറ്റഡോ, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻസ് അറ്റ് പ്രസൻറ്റ് നിലനിൽക്കുന്നുണ്ട്. ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, ജോലിയിലായിക്കോട്ടെ ഒരു സ്റ്റക്നെസ് വരുന്നോ, അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജൂലൈ മാസത്തോടു കൂടി തന്നെ ആ ഒരു സ്റ്റക്നെസ് മാറി കിട്ടുന്നുണ്ട്.
നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു ഫ്യൂച്ചറാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്. മേ ബി കുറേ മാസങ്ങളായിട്ടുള്ളൊരു സ്റ്റക്നെസ് ആയിരിക്കാം, നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ എന്ത് ചെയ്താലും അതിലൊരു ഡിലേ വരുന്നൊരവസ്ഥയായിരുന്നു. അതിലൊരു മാറ്റമാണ് ജൂലൈ മാസം മുതൽ വരാൻ പോകുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ദ ഫൂൾ കാർഡാണ്. ഓക്കെ, 2 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ 3 എനർജിയും കൂടെ അതിൽ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എല്ലാത്തിലും ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നു, ഒന്നിലധികം കാര്യത്തിൽ കൺഫ്യൂഷൻസ് വരുന്നു, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ആരുടെടുത്തും ഭയങ്കര ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ട്രസ്റ്റ് ഇഷ്യൂ നല്ല രീതിയിൽ വരുന്നതായിട്ടും, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിലനിൽക്കുന്നതായിട്ടോ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ ഹാങ്ഡ് മാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ നിന്നിട്ടുള്ളൊരവസ്ഥ ായിരുന്നു. അത് ഈ ഒരു ജൂലൈ മാസത്തോടു കൂടി മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രാവൽ ചെയ്ത ഒരു ജോബ് എന്ന രീതിയിൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നല്ലതാണ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു നെഗറ്റീവ് എനർജി അറ്റ് പ്രസൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും നല്ല, എന്നാലും ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നില്ല. നിങ്ങൾക്കും ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി, ഭയങ്കര ഒരു എപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറാൻ ഒരു ഷിഫ്റ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്ററായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഷിഫ്റ്റിംഗ് നിങ്ങളുടെ ലൈഫ് മാറ്റും എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എബ്രോഡ് പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി ജോലി നോക്കാം, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കാം, അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കാം, എന്തും ആയിക്കോട്ടെ. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഓഫ് കോഴ്സ് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 3 കാർഡ്സ് ആയിട്ടുള്ളൂ, ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഏഞ്ചൽ മെസ്സേജ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരാം. റിലേഷൻഷിപ്പിലും അറ്റ് പ്രസൻറ്റ് ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ കാര്യത്തിൽ ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷനൊക്കെയാണ് കൂടുതൽ പേരുടെയും. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് മെയിനായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി എന്തായിത്തീരും, ഇനി ഇതിലൊരു റീകൺസിലേഷൻ റീയൂണിയൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഇവിടെ നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. സോ അതിലൊരു മാറ്റം വരുന്നുണ്ട്. ഒരു റീകൺസിലേഷൻ ജൂലൈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കോണ്ടാക്റ്റെങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുന്നവരാണ്, റോസ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് മാനിഫേസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജൂലൈ മാസം നല്ലൊരു മാറ്റം തന്നെ, ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് തന്നെ ഒരു പേഴ്സൻ്റെ ലൈഫിലോ നിങ്ങളുടെ ലൈഫിലോ കാണാൻ പറ്റും. സോ ഹാപ്പി ആയിട്ടിരിക്കുക, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി എടുക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ ലൈഫിൽ ജൂലൈ മാസം എന്തൊക്കെ കാര്യങ്ങളാണ്. ഓക്കെ, 2 ഓഫ് കപ്സ് ആണ് ജമ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. പറഞ്ഞു തീർന്നില്ല, അതിനു മുൻപേ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു റീകൺസിലേഷൻ റീയൂണിയൻ, മേ ബി കുറേ നാളായിട്ട് കോണ്ടാക്റ്റിലൊന്നുമില്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക്. ഓഫ് കോഴ്സ് ജൂലൈ മാസം ഓക്കെ ജനറൽ റീഡിംഗ് ആണ്, എന്നാലും കൂടുതൽ പേർക്കും ഇത് അട്രാക്റ്റ് ചെയ്യും. നിങ്ങളിത് ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സൺ അറ്റ് പ്രസൻറ്റ് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നല്ല രീതിയിലുണ്ട്. സോ ആ ഒരു കോണ്ടാക്ട് ജൂലൈ മാസം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെയും കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഈ ഒരു പേഴ്സൺ അറ്റ് പ്രസൻറ്റ് നിലനിൽക്കുന്നുണ്ട്. കുറച്ചൊരു ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. മീൻസ് അതായത് ആ ഒരു പേഴ്സണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വയ്യ. ഇങ്ങോട്ടേക്ക് വന്ന് മിണ്ടാൻ കുറച്ചൊരു സ്റ്റക്നെസ്, മിണ്ടണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നൊരു മെസ്സേജ് അയക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, ഭയങ്കര ഒരു ഈഗോ. നിങ്ങൾക്ക് മേ ബി സെയിം ടു സെയിം ആയിട്ട് പോകുന്നൊരവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. ജൂലൈ മന്ത് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജോലി നോക്കുന്നവർക്കൊക്കെ നല്ലതാണ്. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ആയിക്കോട്ടെ, ഒരു കോഴ്സ് എടുത്ത് അത് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പുതുതായിട്ടൊരു തുടക്കം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കോഴ്സോ ഒരു ജോബോ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അങ്ങനെ എന്തുമായിക്കോട്ടെ, ചെറിയൊരു കാര്യമെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് നല്ലതായി തന്നെ ഫ്യൂച്ചറിൽ
ഫ്യൂച്ചറിൽ നല്ലതായി തന്നെ വരും എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു കോഴ്സ് ജോയിൻ ചെയ്യുക, പഠിക്കുക, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ വാട്ടെവർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് ഹോസ്റ്റലിലോ, സോ എങ്ങനെയായാലും അത് നിങ്ങളുടെ ലൈഫിൽ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ ലൈഫിൽ നല്ലതായി തന്നെ ബാധിക്കുന്നതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും അതും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി എടുക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ജൂലൈ മന്ത് 6 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് നോക്കാം. ഓക്കെ, ദ ഡെവിൾ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ക്യൂൻ ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു 3 കാർഡ്സിലും കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി, നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക് ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റം കാണിക്കുന്നുണ്ട്. ആൻഡ് രണ്ടാമതായിട്ട് ജൂലൈ മാസം നിങ്ങൾ നിങ്ങളുടെ നാക്കിനെ കൺട്രോൾ ചെയ്യണം എന്നത് കാണിക്കുന്നു. ഒരു വാക്ക് തർക്കത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പോകാനുള്ളൊരു ചാൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്നവരായിക്കോട്ടെ, എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് നേരത്തെ ഉണ്ടായിട്ടുള്ളവരോ, അല്ലെങ്കിൽ ജോബിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതെയും നിങ്ങൾ നിങ്ങളുടെ നാക്കിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് മേ ബി പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ചും ഈ ഒരു സെക്കൻഡ് പൈൽ, ഓക്കെ, അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. മെഡിറ്റേഷൻ കാര്യങ്ങളോ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ആൻഡ് 6 ഓഫ് കപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയെ കാണാൻ പറ്റുന്നതായിട്ടോ, ഇപ്പോൾ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കാം, വാട്ടെവർ, അതെന്ത് തന്നെയായാലും കുറേ നാളായിട്ട് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതായിട്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുക, കുറേ നാളായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നേരത്തെ പരിചയമുള്ളൊരു വ്യക്തിനെ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യുന്ന എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു എൻഗേജ്മെൻറ്റോ മാരേജോ വരുന്നൊരു സമയത്തായിരിക്കാം. ജൂലൈ മാസം നിങ്ങൾക്ക് അങ്ങനെ കുറേ നാളായിട്ട് കാണാതിരുന്നൊരു വ്യക്തിനെ കാണാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് ഒരു ട്രിപ്പൊക്കെ പോകാനോ ഉള്ളൊരു ചാൻസാണ് ഇവിടെ കാണിക്കുന്നത്. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഓക്കെ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പല അവസരങ്ങളും ജൂലൈ മാസം നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്തെങ്കിലും വസ്തു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു നെഗറ്റിവിറ്റി ഇവിടെ മാറി കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ആ ഒരു നെഗറ്റിവിറ്റി ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കോ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് മാറുന്നുണ്ട്. സോ ആ ഒരു മാറ്റം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു. വസ്തുവൊക്കെ ആണെങ്കിൽ, വസ്തു പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾക്ക് ഒരു സെക്ഷനും കൂടി നോക്കാം. ഓക്കെ, സെക്കൻഡ് പൈൽ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, സെക്കൻഡ് പൈൽ. ഫൈവ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് ട്രോമ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം ഓക്കെ പറയുന്നുണ്ടല്ലേ, റിപ്പീറ്റ് ആയിട്ട് ഓരോ കാർഡ്സ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ കാട്ടി എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഓരോ കാർഡ്സ് എടുക്കുമ്പോഴും. പോസിറ്റീവായിട്ട് കിട്ടുമ്പോൾ അതിനെക്കാട്ടിൽ അതുകൊണ്ടാണ് അങ്ങനെ വന്നു പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ദ ലവേഴ്സ് കാർഡ് ആൻഡ് 5 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓഫ് കോഴ്സ് പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലത്ത് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, റിലേഷൻഷിപ്പിലോ കരിയർ വൈസോ ഓക്കെ. ഇപ്പോഴും നിങ്ങൾക്കത് ഭയങ്കര ഒരു മനസ്സിന് ഒരു കാര്യം നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഫീൽ, കുറ്റബോധം, നിങ്ങളെന്തോ തെറ്റ് ചെയ്തതുപോലൊരു ഫീലാണ്. പക്ഷെ നിങ്ങളതിലൊന്നും ചെയ്തിട്ടുമില്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തന്നെ കാർഡ്സിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കതിലൊരു ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളോ, മേ ബി ആരുടെയെങ്കിലും മരണങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം. ഇപ്പോഴും നിങ്ങളതിൽ സ്റ്റക്കാണ്, കഴിഞ്ഞു പോയ കാര്യത്തിൽ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നു. ആൻഡ് ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒരു ഈഗോ ഉള്ളൊരു പേഴ്സണായിട്ട് നിൽക്കുന്നുണ്ട്. സോ അതിൻ്റെ കുറച്ച് ഇഷ്യൂസാണ്. ആൾക്ക് വരണമെന്ന് നല്ല രീതിയിലുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് കിട്ടുന്നതാണ്. ഓക്കെ, സോ ആൻഡ് ഇവിടെ 8 ഓഫ് സൂട്ട്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അത്രയും ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് വരാൻ പോകുന്നില്ല. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. മേ ബി പാസ്റ്റ് ലൈഫ് ട്രോമ കാരണമായിരിക്കാം. ഇനി അങ്ങനെ വരുമോ, ഒരു പേടിയുണ്ട്. ഇനി അങ്ങനെ വരുമോ, അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഇനിയും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഡ്രീം അത് യൂണിവേഴ്സിനടുത്ത് പറഞ്ഞ് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. സോ നമ്മൾക്ക് ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, നമുക്കൊരു 3 കാർഡ്സ് കൂടി എടുക്കാം. ആൻഡ് ദി ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് പൈൽ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ഫസ്റ്റ് തന്നെ വളരെ പോസിറ്റീവായിട്ട് ഹാപ്പി, ഹെൽത്തി, വെൽത്തി, വൈസ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ബാക്കി കാർഡ്സ് കൂടി എടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. ആൻഡ് ദി സെക്കൻഡ് കാർഡ്, എ കോൾ ടു ട്രാൻസ്ഫർമേഷൻ. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ് എന്ന് പറയുന്നൊരു കാർഡാണ്. സോ നിങ്ങൾക്കിവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ജൂലൈ മാസത്ത് നിങ്ങൾക്കൊരു മാറ്റം വരുന്നതാണ്. യൂണിവേഴ്സായിട്ട് കുറേയും കൂടി ഒരു അടുത്ത് വരുന്നതായിട്ടും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നതായിട്ടും ഏഞ്ചൽ നമ്പേഴ്സ് കാണാനും ബട്ടർഫ്ലൈസിനെ കാണാനും, പ്രത്യേകിച്ചും ബട്ടർഫ്ലൈസ്, റെയിൻബോസ് എന്നൊക്കെ പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ ഹാപ്പി, ഹെൽത്തി, വെൽത്തി, വൈസ് ആണ് ജൂലൈ മാസം റീഡിങ്ങിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. പീസ് ഓഫ് മൈൻഡ് ആൻഡ് സെൽഫ് കെയർ എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സമാധാനപരമായ ഒരു മാസം തന്നെയായിരിക്കും ജൂലൈ മാസം. നിങ്ങളെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. ആരുടെയും പുറകെ ബെഗ് ചെയ്ത് പോകാതിരിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ആരുടെടുത്തും പറയാതിരിക്കുക. വളരെ സന്തോഷകരവും അതേപോലെ തന്നെ ഒരു ക്യാഷ് വേസ് സ്റ്റെബിലിറ്റിയും വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. എ കോൾ ടു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നൊരു കാർഡും കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു മാറ്റം, ഓക്കെ, എന്തായിരുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ മേ ബി നിങ്ങളുടെ പേഴ്സണായിരിക്കാം ഒരു മാറ്റം വരുന്നത്. ഒരു തിരിച്ചറിവ് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾക്കിവിടെ 5 ഓഫ് കപ്സ് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു പോയ കാര്യത്തിൽ ഇപ്പോഴും സ്റ്റക്കാണ്. മേ ബി നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ കുറേയും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു സ്ട്രെങ്ത് വരുന്നു, പോസിറ്റീവ് എനർജി വരുന്നു. ലൈഫിൽ എന്തുണ്ടായാലും അതിനെ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി കാണാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ദി ബോട്ടം ഓഫ് ദി ഡെക്ക്, ഓൾ ദി ടൈം ഇൻ ദ വേൾഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഹാവിങ് എനഫ് ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ പ്രത്യേകിച്ചും ജൂലൈ മാസത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നാളത്തേക്കോ അല്ലെങ്കിൽ പിന്നത്തേക്കോ മാറ്റി വെക്കാതിരിക്കുക. ഈ ഒരു ജൂലൈ മാസം ഒരു മാറ്റത്തിൻ്റെ മാസം തന്നെയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു മാസമാണ്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു മാസമാണ്. ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ്. ആൻഡ് പീസ് ഓഫ് മൈൻഡ്, ഓക്കെ, ഒരു സമാധാനം. എന്തിനും അപ്പുറം അറ്റ് ലാസ്റ്റ് നമ്മൾ വന്നു കിടന്നുറങ്ങുന്ന സമയത്ത് സമാധാനപരമായി ഉറങ്ങാൻ പറ്റുന്നൊരു മാസം തന്നെയായിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. പലരുടെയും പ്രശ്നം ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പാസ്റ്റാണ് പലർക്കും പ്രശ്നം ഇപ്പോഴും. ഓക്കെ, അത് കഴിഞ്ഞു പോയ വർഷങ്ങൾക്ക് മുൻപേ നടന്നൊരു കാര്യമായിരിക്കാം പലർക്കും അതൊരു പ്രശ്നമായിട്ട്, ഒരു ട്രോമ പോലെ. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതിപ്പോഴും ഭയങ്കര ഒരു ലൈഫിനെ ഒരു റിഗ്രറ്റ് ഫീലായിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുടെ റീഡിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു ബേബി സ്റ്റെപ്പെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എടുത്ത് വെക്കാൻ പറ്റുന്നൊരു മാസമായിരിക്കും. സമയം, ടൈം മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു നമ്മളുടെ ജൂലൈ മന്ത് റീഡിങ് കിട്ടിയിട്ടുള്ളത്.
നാളെ മിക്കവാറും റിലേഷൻഷിപ്പ് എന്താകും എന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഓക്കെ, ജൂലൈ മാസത്തിൽ. സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ ജൂലൈ മന്ത് റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.